സോഴ്സ് ഓഫ് ചീപ്പ് ലേബർ. ആദ്യ റിക്രൂട്ട്മെന്റിൽ തന്നെ ആദ്യ തൊഴിലാളികളൊക്കെ പ്രധാനമായും ചീപ്പ് ലേബേഴ്സിനെ പോലെയാണ് അല്ലെങ്കിൽ ചീപ്പ് ലേബേഴ്സായി കണക്കാക്കുകയും പ്രദേശത്തിലെ ആദിവാസികളിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെയാണ് പല രാജ്യങ്ങളിൽ, അതായത് പല പല ഇതിലെ ആദിവാസി സമൂഹങ്ങളിൽ നിന്നുള്ള ആളുകളെയും എന്താണ് തൊഴിലായി കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. കൊളോണിയൽ നിയന്ത്രണങ്ങൾ എതിർപ്പ് നടക്കുകയും ചെയ്യുന്നു. ആദിവാസികൾ കൊളോണിയൽ അതായത് വനവാസികളെ കൊണ്ട് മറ്റു രാജ്യങ്ങളിലേക്ക് അവരെ ജോലിക്കായി കൊണ്ടുപോവുകയും ചെയ്യുന്നു. മിഷണറി പ്രവർത്തനങ്ങൾക്കും എതിർപ്പ്, അതായത് അവർക്ക് കൊടുക്കുന്ന ഓരോ പ്രവർത്തനവും കഠിനമായിട്ടുള്ള മിഷണറി പ്രവർത്തനമാണെങ്കിലും മറ്റ് തൊഴിൽ മേഖലകളിലൊക്കെ എന്താണ് ആദിവാസി സമൂഹങ്ങളെ എന്താണ് കഠിനമായിട്ടുള്ള തൊഴിൽ കൊടുക്കുകയാണ് ചെയ്തത്. ജോലി കൊടുത്തുകൊണ്ട് അവരെ എന്താണ് അവർക്ക് ചൂഷണം ചെയ്യുന്ന രീതിയും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഈ സാഹചര്യത്തിൽ കൂടുതലായിട്ട് മരണനിരക്ക് നടക്കുകയും അല്ലെങ്കിൽ മരണനിരക്ക് കൂടുതലാവുകയും ചെയ്യുന്നു. വിദേശ പ്ലാന്റേഷനുകളിൽ തൊഴിലാളികൾക്ക് വളരെ കഠിനമായിട്ടുള്ള സാഹചര്യമാണെങ്കിൽ കൂടിയും ഇവിടെ സാഹചര്യമാണെന്നും ബ്രിട്ടീഷ് ആണെങ്കിലും ഇവിടെ ബ്രിട്ടീഷ് രാജ്യങ്ങളിലൊക്കെ തൊഴിലാളികൾ മരിച്ചു കിടക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. തുടർന്ന് എന്താണ് പല പല ഘട്ടങ്ങളിലൂടെ റിക്രൂട്ട്മെന്റ് ഒക്കെ ഇൻഡോ മാഗ്നറ്റിക് സമതലത്തിലൂടെ അല്ലെങ്കിൽ കർഷകരിലേക്ക് മാറുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. അതിൻ്റെ ഏറ്റവും വലുതായിട്ട് പരിചയസമ്പന്നമായ കർഷകർക്ക് കൂടുതൽ ശക്തവും അല്ലെങ്കിൽ സഹനശേഷിയുള്ളവരുമായി മാറുകയും ചെയ്യുന്നു. അപ്പോൾ പരിചയമുള്ള തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ കർഷകർക്ക് കൂടുതൽ അനുഭവ രീതിയിൽ അവരെന്താണ് കാര്യങ്ങൾ മുന്നോട്ട് അല്ലെങ്കിൽ ഓരോ രീതിയിൽ അവരെ തരണം ചെയ്യാനുള്ള ഒരു ശേഷി അവരിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്ന് പറയുന്ന സ്ട്രീമിംഗ് അബ്യൂസിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ കൂടുതലായിട്ടും മൗറീഷ്യയിലാണെങ്കിൽ വെസ്റ്റ് ഇൻഡീസിലാണെങ്കിൽ തൊഴിലാളികൾക്കെതിരെ അല്ലെങ്കിൽ ശക്തമായി പോരാടുകയും പീഡനവും അതുപോലെ ദുരുപയോഗവും അവരെ ദുരുപയോഗം ചെയ്യുകയും നിരവധി റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. യാത്രയിലെ ഉയർന്ന മരണനിരക്കൊക്കെ വലിയ കാരണം അല്ലെങ്കിൽ വലിയ രീതിയിൽ കടൽ യാത്ര വഴിയൊക്കെ അവർക്ക് കൂടുതലായിട്ട് മോശം ആരോഗ്യം അവർക്ക് മോശം രീതിയിലുള്ള ആരോഗ്യം അതുപോലെ തന്നെ ജീവിത സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിക്കേണ്ടതായിട്ട് വരികയും ചെയ്തു എന്ന് പറയുന്നു. നിരവധി പേര് മരണപ്പെടുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. അതായത് കപ്പൽ വഴി അതായത് കടൽ മാർഗം യാത്ര ചെയ്യുന്ന സമയത്ത് അവർക്ക് പല പല രീതിയിലുള്ള ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. അതുപോലെ 1838 നടന്ന അന്വേഷണത്തിൽ തൊഴിലാളികളുടെ ചൂഷണം വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പോൾ 1838 എൻക്വയറി ഒക്കെ നടക്കുന്ന സമയത്ത് അവരുടെ തൊഴിലാളികളുടെ ചൂഷണം കൂടുതലായിട്ട് വെളിയിലേക്ക് വരികയും ചെയ്യുന്നു. ഇവിടെ ചില മജിസ്ട്രേറ്റുകളൊക്കെ തൊഴിലാളികളെ പ്രശ്നങ്ങൾ ഗൗരവമായി എടുത്തില്ല എന്ന്, അതായത് പല ഗവൺമെന്റ് ആണെങ്കിലും പല ഉയർന്ന വ്യക്തികളൊക്കെ അവരുടെ പ്രശ്നം വലിയ ഗൗരവമായിട്ടൊന്നും എടുക്കാതെ നിസാരമായി കാണുന്ന രീതിയും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. സ്ട്രീമിംഗ് അബ്യൂസ് 2നെ കുറിച്ച് പറയുന്ന സമയത്ത് ഇൻഡൻചർ അതായത് നിയമപ്രകാരം അല്ലെങ്കിൽ നിയമവിധേയമാവുകയും ചെയ്തു എന്ന് പറയുന്നു. 1844 നിയമം വഴി ഇൻഡൻചർ സംവിധാനം നിയമവിധേയമാക്കി എന്നും ഇത് പ്രധാനമായും
ട്രിൻഡൻ വെസ്റ്റേൺ ഇന്ത്യ പ്രദേശങ്ങളിലാണ് പ്രാബല്യത്തിൽ വരുന്നത് എന്ന് പറയുന്നു. ഇവിടെ കരാർ ഒപ്പിടൽ രീതിയും ഉണ്ടായിരുന്നു. തൊഴിലാളികളുടെ മജിസ്ട്രേഷൻ മുമ്പിൽ കരാറിൽ ഒപ്പുവെക്കുന്ന രീതിയും ഉണ്ടായിരുന്നു. തൊഴിലാളികളാണെങ്കിലും പ്ലാന്റേഷൻ സമാന പങ്കാളികളായിരുന്നില്ല എന്നും അധികാരം പ്ലാന്റർമാർക്കായിരുന്നു എന്നും പറയുന്നു. അതായത് തൊഴിലാളികൾക്ക് എന്നും തൊഴിലാളികളുടെ സ്ഥാനം മാത്രമാണ് നൽകിയിരിക്കുന്നത്. ഏത് രീതിയിൽ ഒപ്പിട്ടാലും ഏത് കരാറിൽ ഒപ്പിട്ടാലും അവർക്ക് തൊഴിലാളികളുടെ സ്ഥാനം തൊഴിലാളികളാണെന്ന് എന്നും പ്ലാന്റർമാർക്കായിരുന്നു ഏറ്റവും കൂടുതൽ അധികാരം ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു. റിക്രൂട്ട്മെന്റിലൂടെ അതിന്റെ ഏറ്റവും വലിയ ചിന്തകളായിട്ട് പറയുമ്പോൾ റിക്രൂട്ട്മെന്റ് ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഇവിടെ കൂടുതലായിട്ട് കള്ള വാഗ്ദാനമാണ് നൽകുന്നത് എന്നും പറയുന്നു. തൊഴിലാളികൾക്കാണെങ്കിലും അവരുടെ മറ്റ് പല രീതിയിൽ അവർക്ക് വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് തൊഴിലാളികളെ ആകർഷിപ്പിച്ചുകൊണ്ട് അവരെ മറ്റ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ അല്ലെങ്കിൽ ഇന്ത്യൻ രാജ്യത്തിൽ വന്ന് മറ്റ് രാജ്യക്കാർ അവർക്ക് കുറേ നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ അവർക്ക് നല്ല തൊഴിൽ തരാൻ നല്ല വേതനം കിട്ടും എന്നെല്ലാം പറഞ്ഞ് വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് റിക്രൂട്ട്മെന്റ് ചെയ്തുകൊണ്ട് അവരുടെ രാജ്യങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും അവരുടെ ആ രീതി തന്നെ മാറുന്ന ഒരു അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. തൊഴിലാളികളുടെ അറിവില്ലായ്മയാണ് ഇതിന് ഏറ്റവും വലിയ കാരണമായിട്ട് കാണുന്നത്. പല തൊഴിലാളികൾക്കും പോകുന്ന പല സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ പല രാജ്യങ്ങളിൽ അവർ ചെയ്യുന്ന ജോലികൾക്കൊക്കെ മാറ്റങ്ങൾ വരികയും ജോലിയെ കുറിച്ച് യാതൊരു വ്യക്തമായ ഒരു അറിവുമില്ലാതെ അവരെ അങ്ങോട്ട് കൊണ്ടുപോയി അവരെ ചൂഷണം ചെയ്യുന്ന രീതിയും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഡെസ്റ്റിനേഷൻ ഓഫ് ഇന്ത്യൻ ലേബറിനെ കുറിച്ച് പറയുമ്പോൾ മൗറേഷ്യ 1834, അതുപോലെയാണ് ഗയാന 1838, ട്രിൻഡൻ 1845, ഫിജി 1879 ഇന്ത്യൻ തൊഴിലാളികളെ വിവിധ കോളനികളിലേക്ക് അയക്കുകയും ചെയ്തപ്പോൾ ഗയാന, ട്രിൻഡൻ, ഫിജി പോലുള്ള രാജ്യങ്ങൾക്കാണ് ഇന്ത്യൻ തൊഴിലാളികളെ അയച്ചത് എന്ന് പറയുന്നു. കങ്കണി അതായത് സംവിധാന സിസ്റ്റമായിട്ട് പറയുമ്പോൾ ശ്രീലങ്ക, ബർമ, മലേഷ്യ അതായത് മലേഷ്യ പോലുള്ള രാജ്യങ്ങളിൽ ടീ, കോഫി പോലുള്ള ഫാക്ടറികൾക്ക് അല്ലെങ്കിൽ തൊഴിലാളി അല്ലെങ്കിൽ റബ്ബർ ഫാക്ടറികളിൽ അല്ലെങ്കിൽ അവിടെയുള്ള പ്ലാന്റേഷനിലേക്കാണ് ഇവരെ പണി ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ജോലി ചെയ്യാൻ വേണ്ടി തൊഴിലാളികളെ കൊണ്ടുപോയത് എന്ന് പറയുന്നു. കുടിയേറ്റക്കാരുടെ വ്യാപനം ഇതിൽ കൂടുതലായി വരികയും ഈസ്റ്റ് ആഫ്രിക്കയിലെ കുടിയേറ്റം റെയിൽവേ നിർമ്മാണത്തിനും അതുപോലെ തൊഴിലാളികൾക്ക് ഈസ്റ്റ് ആഫ്രിക്കയിലേക്ക് പോയി അവരുടെ തൊഴിൽ ചെയ്യുകയും അവർ പ്രവർത്തിച്ച ഓരോ മേഖലകളിലും വ്യത്യാസം വരികയും ചെയ്യുന്നു എന്ന് പറയുന്നു. വ്യാപാരികളാണെങ്കിലും കരകൗശല പ്രവർത്തകരാണെങ്കിലും പ്രൊഫഷണലുകളൊക്കെ സ്വീകരിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. ഐഡന്റിറ്റി സോഷ്യൽ കോൺസിക്വൻസിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ ആളുകൾ ഇന്ത്യൻ സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു അടിസ്ഥാനങ്ങളായിട്ട് പറയുമ്പോൾ ഇന്ത്യൻ ആളുകൾ ജാതി, ഗോത്രം, അവരുടെ ഗ്രാമ ബന്ധങ്ങൾ എന്നിവയെല്ലാം ആഴത്തിൽ മനസ്സിലാക്കുകയും അല്ലെങ്കിൽ ആഴത്തിൽ അവർ ജീവിച്ചു പോവുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. കുടിയേറ്റത്തിന്റെ സ്വാധീനമായിട്ട് വിദേശത്തേക്കുള്ള കുടിയേറ്റം ഈ ജാതി സമൂഹ ബന്ധങ്ങളാണെങ്കിലും തകർന്നു പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവരുടെ സ്വന്തം രാജ്യത്തിലുള്ള അവരുടേതായ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതുപോലെ തന്നെയാണ് അവരുടേതായ ഗ്രാമബന്ധങ്ങളൊക്കെ ഇല്ലാതായി പോവുകയും പഴയ സാമൂഹിക ഘടകങ്ങൾ നിലനിർത്താൻ സാധിക്കാതെ പോകുന്ന രീതിയും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ പോകുന്ന യാത്രയിലൂടെ സംസ്കാരമെല്ലാം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നതിലൂടെ അവരുടെ സംസ്കാരം തന്നെ നഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. അതുപോലെ
ദീർഘമായ കടൽ യാത്രകൾ കാരണം മതാചാരങ്ങൾ പാലിക്കാൻ സാധിക്കാതെ വരികയും സംസ്കാരപരമായ ബന്ധം കുറയാൻ ഇടയാവുകയും ചെയ്യുന്നു. ഇതിലൂടെ സംസ്കാരം അല്ലെങ്കിൽ അവരുടെ അകലം, കൾച്ചർ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നു. പുതിയ രീതിയിൽ അല്ലെങ്കിൽ ഇതിലൂടെ സാംസ്കാരിക അകലം, അവരുടെ കൾച്ചറൊക്കെ മാറ്റപ്പെടുകയും ചെയ്യുന്നു. പുതിയ തിരിച്ചറിവ് അല്ലെങ്കിൽ രൂപീകരണം ഉണ്ടാവുകയും ചെയ്യുന്നു. വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യൻ കുടിയേറ്റക്കാർ പുതിയ രീതിയിലുള്ള സ്വന്തം പുതിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാവുകയും അവരുടെ ആചാരങ്ങൾ, സംസ്കാരങ്ങളൊക്കെ എന്താണ് മാറ്റപ്പെടുകയും ചില രീതിയിൽ ചെയ്യുന്നു എന്ന് പറയുന്നു. അതുപോലെ പഴയതും പുതിയതുമായ സംസ്കാരങ്ങളും ചേരുമ്പോൾ പുതിയ ആചാരങ്ങളും പരമ്പരകളും അവരെന്താണ് രൂപപ്പെടുത്തിയെടുക്കാൻ കാരണമാവുകയും ചെയ്യുന്നു. അവർക്ക് അല്ലാതെ വേറൊരു അവരുടെ ജീവിത രീതി മാറ്റപ്പെടുകയാണ് അവിടെ സാധിക്കുന്നത്, അല്ലെങ്കിൽ മാറ്റപ്പെടുകയാണ് ഉണ്ടാകുന്നത് എന്ന് പറയുന്നു. കുടിയേറ്റം എന്ന് പറയുമ്പോൾ സാമൂഹികവും സാംസ്കാരികമായിട്ടുള്ള വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. പഴയ തിരിച്ചറിവുകളൊക്കെ അവർ മാറ്റി അല്ലെങ്കിൽ മാറ്റേണ്ട സാഹചര്യം വരും. പുതിയ ഡയസ്പോറിക് ഐഡന്റിറ്റി രൂപപ്പെടുത്തിയെടുക്കാൻ കാരണമാവുകയും ചെയ്യുന്നു. അപ്പോൾ പഴയ രീതിയിലുള്ള ഡയസ്പോറിക് കമ്മ്യൂണിറ്റിയൊക്കെ മാറുകയും പുതിയ രീതിയിലുള്ള ഡയസ്പോറിക് കമ്മ്യൂണിറ്റിയൊക്കെ രൂപപ്പെടുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. യൂണിറ്റിന്റെ കൺക്ലൂഷൻ, കൊളോണിയൽ കുടിയേറ്റത്തിന്റെ സ്വാധീനം എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളോണിയൽ കാലത്ത് കുടിയേറ്റം എന്ന് പറയുമ്പോൾ തന്നെ വളരെ വ്യത്യസ്തമായിരുന്നു എന്നും ആഗോളതലത്തിൽ ഇന്ത്യൻ ഡയസ്പോറയുടെ രൂപീകരണത്തിൽ നിർണായകമായിട്ടുള്ള മാറ്റങ്ങൾ വരികയുണ്ടായി എന്ന് പറയുന്നു. ഇന്ത്യൻ സംവിധാനം ഇവിടെ വിലയിരുത്തപ്പെടുകയും സിസ്റ്റം എങ്ങനെയൊക്കെയാണ് എന്ന് രൂപപ്പെടുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. ചൂഷണപരമായിട്ടാണെങ്കിൽ അടിമത്തത്തിനോടാണെങ്കിലും ഇവിടെ പോരാടുന്ന വ്യക്തികളെ അല്ലെങ്കിൽ പോരാടുന്ന തൊഴിലാളികളെ കണ്ടിരുന്നു എന്നും പേരിൽ കരാറായിരുന്നെങ്കിൽ കൂടിയും അവർ അനുഭവിക്കുന്ന കരാർ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്ന് തൊഴിലാളികളെ കൊണ്ടുപോകുന്ന രീതി കണ്ടിരുന്നു. പക്ഷെ അവരനുഭവിക്കുന്ന ചൂഷണമാണെങ്കിൽ നേരിടുന്ന അല്ലെങ്കിൽ അവരനുഭവിച്ചിരുന്ന വേദനകളാണെങ്കിൽ അവരുടെ യഥാർത്ഥത്തിൽ ദുരിതം തന്നെയാണ് അവർ അനുഭവിച്ചത് എന്ന് പറയുന്നു. ശക്തമായ ഡയസ്പോറ സമൂഹങ്ങൾ ഈ സാഹചര്യത്തിൽ നിന്നുമാണ് രൂപപ്പെട്ടത് എന്ന് പറയുന്നു. അതുപോലെ സഹനശേഷിയൊക്കെ സമൂഹങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. അതുപോലെ പാരമ്പര്യം, കുടിയേറ്റത്തിന്റെ ദീർഘമായ ഫലങ്ങൾ കാരണം സാംസ്കാരപരമായിട്ടുള്ള രീതിയിലും മിശ്രിത രീതിയിലുള്ള കാഴ്ചപ്പാടുകളും തിരിച്ചറിവുകളും അവർക്ക് അതായത് അവരുടെ സ്വന്തം രാജ്യത്തിലുള്ള രീതികളും സംസ്കാരങ്ങളൊക്കെ തിരിച്ചറിയും. മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അല്ലെങ്കിൽ അവരുടെ രീതികളെല്ലാം മനസ്സിലാക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. കൊളോണിയൽ കുടിയേറ്റം ലോകമെമ്പാടും ഇന്ത്യൻ സമൂഹത്തെ വ്യാപിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നു. ഇത് സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ യൂണിറ്റിലൂടെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഓരോ രീതിയിലും കൾച്ചർ എന്താണ് എന്നും അതായത് പല രാജ്യത്തിലും ഉണ്ടായ അനുഭവങ്ങൾ, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, ചൂഷണങ്ങൾ, തൊഴിലില്ലായ്മ അല്ലെങ്കിൽ കള്ളത്തരങ്ങൾ, അല്ലെങ്കിൽ ഈ രാജ്യത്തിൽ നിന്ന് ഇന്ത്യൻ രാജ്യത്തിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന രീതി, അവർ തൊഴിൽ ചെയ്ത രീതി അല്ലെങ്കിൽ തൊഴിലിനായിട്ട് അവരെ കള്ളത്തരത്തിൽ അല്ലെങ്കിൽ അവർക്ക് മോശപ്പെട്ട ഒരു അനുഭവത്തിലൂടെ അവരെന്താണ് കടന്ന് ജീവിച്ചു പോകുന്ന രീതിയും ഉണ്ടായിരുന്നു. അതുപോലെ കടൽ രീതിയിൽ അല്ലെങ്കിൽ കടൽ മാർഗം മറ്റു രാജ്യങ്ങളിലേക്ക് പോണ സമയത്ത് അവർ മരണപ്പെട്ടാലും അവരെന്താണ് കടലിലേക്ക് എറിഞ്ഞു തള്ളപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ തൊഴിലാളികൾക്ക് എന്നും അടിമത്തമാണ് അവർ സ്വീകരിച്ചത് എന്നും വാഗ്ദാനങ്ങളൊക്കെ എന്താണ് അതായത് അവർക്ക് മോശപ്പെട്ട രീതിയിൽ വാഗ്ദാനങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞെങ്കിൽ കൂടിയും അവരെ മോശമായിട്ട് അല്ലെങ്കിൽ മോശപ്പെട്ട രീതിയിൽ ജീവിത രീതി അനുഭവിക്കേണ്ട സാഹചര്യം ഉണ്ടായി എന്ന് പറയുന്നു. അപ്പോൾ ഈ യൂണിറ്റിലൂടെ അതായത് ഡയസ്പോറകൾ എങ്ങനെയാണ്, കുടിയേറ്റക്കാരുടെ സാഹചര്യം എന്ന അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നാണ് നോക്കിയത്. അപ്പോൾ അടുത്ത യൂണിറ്റിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ CBS എമിനന്റ് ലേണിംഗ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് 7012461727 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക.